പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് LS+2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 30ാമത്തെ ചാപ്റ്ററാണ്. പ്രോബ്ലംസ് ഓഫ് SC/ST എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% ചാപ്റ്ററും അസൈൻമെന്റ് ചാപ്റ്ററാണ്. അപ്പോൾ അസൈൻമെന്റ് ചാപ്റ്റർ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട, ഈ 60% മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളും മാറ്റുന്നുണ്ട്. പുതിയ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടിൽ കൂടുതൽ MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആകാം, ബ്രാക്കറ്റ് നിരത്ത് എഴുതാനുള്ളതാകാം, അതേപോലെ ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട്, മാച്ച് ദ ഫോളോയിങ്സ് വരുന്നുണ്ട്, വൺ വേർഡ് ആൻസർ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ഗൈഡ് നോക്കിയോണ്ട് കാര്യമല്ല. മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് 30ാമത്തെ ചാപ്റ്ററാണ്, 30.1, 30.2 അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. ആ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിൻ്റെ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് എന്നുള്ള. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർക്ക് സൈറ്റിൽ അതിൻ്റെ കോഴ്സ് ഓഫ് മെറ്റീരിയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് എഴുതിയെടുക്കാവുന്നതാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. എന്നിരുന്നാലും പരമാവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറൊക്കെ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കാം. നമ്മൾ ഇന്ന് ഏകദേശം ഒരു 5 ട്രൂ ഓർ ഫാൾസും 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് അവതരിപ്പിക്കുന്നത്. ശരിയോ തെറ്റോ എന്നാണ്. ശരിയാണെങ്കിൽ ട്രൂ, തെറ്റാണെങ്കിൽ ഫാൾസ് എന്നുള്ളതാണ്. ST are mostly found in plain area. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന പട്ടികവർഗ വിഭാഗം എന്ന് പറയുന്നത് പ്ലെയിൻ ഏരിയയിലാണ് താമസിക്കുന്നത്. അത് തെറ്റാണ്, ഹിൽ ഏരിയയിലാണ്. അപ്പോൾ അത് തെറ്റായിട്ടാണ് വരുന്നത്. രണ്ടാമത് ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ST പോപ്പുലേഷൻ ഇൻ സെൻട്രൽ ഇന്ത്യൻ റീജിയൻ ആണ്. അതായത് ഈ ST വിഭാഗം കൂടുതലും ഇന്ത്യയുടെ മധ്യഭാഗത്താണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അത് ട്രൂ ആണ്, ശരിയാണ്. മൂന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് വാസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ട്രൈബ്. ഹണ്ടിങ്, വേട്ടയാടലും മീൻപിടുത്തൊക്കെയാണ് ഈ സാമ്പത്തികമായിട്ടുള്ള പട്ടികവർഗ വിഭാഗങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത്. അതും ശരിയാണ്, ട്രൂ ആയിട്ടാണ് വരുന്നത്. അത് ലോ ലാൻഡ് ഈസ് കാൾഡ് ഡോൺ. ലോ ലാൻഡ് എന്ന് പറയുന്നത് ഡോൺ എന്ന് അറിയപ്പെടുന്നത് ട്രൂ ആണ്. അഞ്ചാമത് ട്രൈബൽ ഹാവ് ടു ഫേസ് ദി പ്രോബ്ലം ഓഫ് ലാൻഡ് അലയൻസ് ആൻഡ് ഡിസ്പ്യൂട്ട്. അല്ലെ, ഭൂമിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്താണ്, ശരിയാണ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡിപ്രിവിയേഷൻ ഈസ് ഡാഷ് റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് ദി പുവർ ആൻഡ് ഡിപെൻഡന്റ്. എന്താ, സ്നാച്ചിങ് എവേ എന്നാണ് വരിക കേട്ടോ. ഡിപ്രിവിയേഷൻ ഈസ് സ്നാച്ചിങ് എവേ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് poor and different. Scheduled caste perform dash occupation ആണ്. Unclean occupation ആണ്. Unclean എന്നാണ് വരുന്നത്. അത് SC had to suffer from a number of disability. അല്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരുപാട് ഡിസബിലിറ്റി ഉണ്ട്. ഡ്യൂ ടു അൺടച്ചബിലിറ്റി ആണ് വരുന്നത്. അത് ഫുഡ് കുക്ക്ഡ് ബൈ SC was dash by higher caste. ഫുഡ് കുക്ക്ഡ് ബൈ SC was not accepted by higher caste. ഹയർ കാസ്റ്റ് ഇവരുടെ ഫുഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് SC used water of dash well and pond ആണ്. എന്താണ്, പ്രുക്കാൽ വെൽ ആൻഡ് പോണ്ട് ആണ് വരുന്നത്. പ്രുക്കാൽ എന്ന് പറയും കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടതിന്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വരും വീഡിയോയിൽ സോഷ്യോളജിയുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ നമ്മൾ അവതരിപ്പിക്കും. എല്ലാ ചാപ്റ്ററും അവതരിപ്പിക്കും. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്യും, അസൈൻമെന്റുകൾ സോൾവ് ചെയ്യും, പ്രാക്ടിക്കൽ റെക്കോർഡ് സോൾവ് ചെയ്യും. NSന്റെ SSLC+2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്
ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സോട് കൂടിയിട്ടാണ് നമ്മൾ നൽകുന്നത്. അഡ്മിഷന് നമ്മുടെ കയ്യിൽ എടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിൻ്റെ മലയാളത്തിലുള്ള ഗൈഡ്, അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മൾ എക്സാം സെൻറ്റർ അലോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ട് പുസ്തകങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് എക്സാം എഴുതാം. ഇനി വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള SLC +2 അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സെൻറ്ററിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.